ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്ര ലെങ്തി ആയിട്ടൊരു വോയിസ് ഓവർ ഞാൻ ചെയ്യണേട്ടാ. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇത് ഞങ്ങളുടെ വലിയൊരു കാത്തിരിപ്പിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ റിസൾട്ടാണ് കേട്ടോ. അൽഹംദുലില്ലാ എത്ര സ്തുതിച്ചാലും മതിയാവില്ല പഠിച്ചവനെ. ഇതാണ് ഭൂമിയിൽ ഞങ്ങളുടെ കുഞ്ഞി സ്വർഗ്ഗം കേട്ടോ. ഇത് ഇത്രയും ഭംഗിയാക്കാനായിട്ട് ഞങ്ങളുടെ എൻജിനീയർ ആയിട്ടുള്ള അമീർക്കാടെ വലിയൊരു പങ്ക് തന്നെ ഇതിലുണ്ട്. അമീർക്കാക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹോം ടൂറായിട്ട് പിന്നീട് നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാം. ഞാൻ ഇത് ചെറിയൊരു ഭാഗം മാത്രമായിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഫ്രണ്ട് ഡോറ് കഴിഞ്ഞിട്ട് വരുന്നത് നേരെ ലിവിങ് റൂമിലോട്ടാണ് കേട്ടോ. ലിവിങ് റൂമിൻ്റെ പാർട്ടീഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളൊരു. അതിനോടൊപ്പം തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ബുക്ക് ഷെൽഫ് ഇവിടെ, അത് ഓൺലൈനായിട്ട് ഞാൻ മേടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കോർട്ട്യാർഡ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ചെറിയൊരു കോർട്ട്യാർഡാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇരിക്കാൻ. ചെറിയ ഒരു സ്ഥലത്തൊക്കെ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ഏരിയയാണ്. അവിടെ ഒരു ടെക്സ്ചർ വർക്ക് മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഡൈനിങ് ഏരിയയുടെ അടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂമുകളും കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. അതാണ് നമ്മുടെ ഓപ്പൺ കിച്ചണായിട്ട് വരുന്നത്. ഇതാണ് ചെറിയൊരു ബെഡ്റൂമാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ വാഷ് ബേസിൻ കൗണ്ടറാണ്. ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട്. ഇത് മേലേക്കുള്ള സ്റ്റെയർ കേസ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ. ഇത് നമ്മളെ എൻജിനീയറായിട്ടുള്ള അമീർക്കാട് കെയർ ഓഫിൽ ബിജോയ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഇത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ ഈ വർക്കൊക്കെ ആൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവരുടെ വർക്കേഴ്സ്. അടിപൊളിയായിട്ട് അവരുടെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു കിഴക്കേ ഭാഗത്തായിട്ടാണ് നമ്മൾ ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു മിക്സി വെച്ചിട്ടുണ്ട്. താഴേക്കും മേലേക്കും ആയിട്ടാണ് ഫുള്ള് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെ ഒന്നും ഒഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ കബോർഡുകൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ടാൻഡം ബോക്സാണ്. 2 ടാൻഡം ബോക്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും ഒരു ടാൻഡം ബോക്സാണ്. ഇത് പ്ലേറ്റുകൾ വെക്കുന്നുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ഓയിൽ പുൾ ഔട്ടാണ് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളത്. ഇവിടെ വരുന്നത് കട്ട്ലറി യൂണിറ്റാണ്. ടീസ്പൂണ് അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു നിർബന്ധം ഉണ്ടായിരുന്നത് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ മേലെ വെക്കുന്നൊരു സംഭവം വേണ്ടാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അതുപോലെ തന്നെ ഞാൻ താഴേക്ക് വെച്ചിട്ട് മേലെ കൂടെ ഇവിടെ ഈ സൈഡിൽ തന്നെ ആയിട്ട് നല്ല ചെറിയൊരു പൈപ്പ് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇക്കാടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ബൈജു ആണ്. ബൈജു ചേട്ടനാണ് ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് വരുന്ന വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ നമ്മളൊരു വാഷ് ബേസിൻ കൗണ്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു GTPT വരുന്നുണ്ട്. പിന്നെ ഫുള്ള് സ്റ്റോറേജ് ഏരിയ പറ്റുന്നിടത്തൊക്കെ സ്റ്റോറേജ് ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ വന്നിട്ടുണ്ട്. നമുക്കൊരു പുകയില്ലാത്തൊരു അടുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് കിഴക്കേ സൈഡിലായിട്ടാണ് ഇതുള്ളത്. ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ കബോർഡ് സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ വരുന്നത് നമ്മുടെ ചൂലും മറ്റ് മാറാല തൊട്ടി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടൊരു ഡ്രോയർ ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും നെക്സ്റ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.